ജെറുസലേമിലെ വിശുദ്ധവാര ശുശ്രൂഷകളിലെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടു. തിരുക്കളറ ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്തുമെന്ന് സഭ സ്ഥിരീകരിച്ചു. സഭാ അധികാരികളും ഇസ്രായേൽ അധികൃതരും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പ്രദേശത്തെ സംഘർഷ സാഹചര്യങ്ങൾ തുടരുന്നതിനിടയിലും വിശുദ്ധവാര ശുശ്രൂഷകൾ തുടരാൻ തന്നെയാണ് സഭയുടെ തീരുമാനം. 2026 മാർച്ച് 29 ഓശാന ഞായർ ദിനത്തിൽ നടന്ന ഒരു ഗുരുതര സംഭവത്തിന് പിന്നാലെയാണ് ഈ ധാരണ. അന്നേ ദിവസം ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസിനെയും കസ്റ്റോഡിയനെയും ഇസ്രായേൽ പോലീസ് തടഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് സഭാ നേതാക്കൾക്ക് ഓശാന ഞായർ ദിനത്തിൽ വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. ഈ സംഭവം വലിയ ആശങ്കയ്ക്കിടയാക്കി. ഇതിനു പിന്നാലെ ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റും വിശുദ്ധ നാടിന്റെ കസ്റ്റോഡിയനും ചേർന്ന് വിശുദ്ധവാര ശുശ്രൂഷകളെ സംബന്ധിച്ച എല്ലാ ആശങ്കകളും അധികൃതരുമായി ഏകോപിപ്പിച്ച് പരിഹരിച്ചതായി അറിയിച്ചു. പൊതുജനങ്ങൾക്ക് പ്രവേശനം പരിമിതമായിരിക്കുമ്പോഴും ആരാധനകൾ തുടരുമെന്ന് സഭ ഉറപ്പു നൽകി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ആത്മീയമായി പങ്കുചേരാൻ നിരവധി തിരുക്കർമ്മങ്ങൾ ലൈവ് സ്ട്രീമിംഗിലൂടെ ലഭ്യമാക്കുമെന്നും അറിയിച്ചു. തിരുക്കല്ലറ ദേവാലയത്തിലെ വിശുദ്ധവാര ശുശ്രൂഷകളിലെ ആശങ്കകൾ പരിഹരിക്കാൻ സഹായിച്ച ഇസ്രായേൽ ഭരണാധികാരികളുടെ വിലയേറിയ അടിയന്തര ഇടപെടലിന് ജെറുസലേം ലാറ്റിൻ പാത്രിയാർക്കേറ്റ് നന്ദി രേഖപ്പെടുത്തി. യുദ്ധത്തിന്റെ വേദനയ്ക്കിടയിലും ആരാധനാ സ്വാതന്ത്ര്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണെന്ന് സഭ വീണ്ടും ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾക്കും മരണ ഉത്ഥാനത്തിനും സാക്ഷ്യം വഹിച്ച സ്ഥലം തന്നെയായ ഈ വിശുദ്ധ ഭൂമിയിൽ ഒരു സംഘർഷവും ഉയർത്തെഴുന്നേൽപ്പിന്റെ വെളിച്ചം അണയ്ക്കാനാവില്ലെന്ന സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രത്യാശയും ഐക്യവും സമാധാനവും ലോകത്തേക്ക് പ്രഘോഷിച്ച് സഭ ഉറച്ചു നിൽക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ്.